Good night, baby. Sweet dreams. Don't forget Chucky. It's time to play. ഡോൺ മാൻസന് സംവിധാനം ചെയ്ത സൂപ്പർ നാച്ചുറൽ സ്ലാഷർ ഫിലിമാണ് കേഴ്സ് ഓഫ് ചക്കി. തുടക്കത്തിൽ തന്നെ നിക്കാന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഡെലിവറി ബോയ് ഒരു പാഴ്സൽ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പാഴ്സലിനുള്ളിൽ ചക്കി ഡോളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് നിക്കയ്ക്കും അവളുടെ അമ്മ സാറയ്ക്കും എന്തോ ഒരു പന്തികേട് തോന്നും. ഡോൾ അയച്ചത് ആരാ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ സാറ അതിനെ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ചെറുപ്പകാലം മുതൽ നിക്കയ്ക്ക് നടക്കാൻ കഴിയുകയില്ലായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പെട്ടെന്ന് സാറ കരയുന്ന ശബ്ദം നിക്കയ്ക്ക് കേൾക്കും. പിന്നീട് അവൾ വീൽചെയറിന്റെ സഹായത്തോടെ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അവൾ കണ്ടത് രക്തത്തിൽ വാർന്നു കുളിച്ചു കിടക്കുന്ന സാറയാണ് കാണിക്കുന്നത്. ആ സീൻ മെല്ലെ ബാക്കിലോട്ട് കൊണ്ടുവന്ന് ചക്കിയെയും കാണിക്കുന്നുണ്ട്. അന്നേരം ഫിലിമിന്റെ ടൈറ്റിൽ കേഴ്സ് ഓഫ് ചക്കി എന്നും കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ നിക്കയുടെ സിസ്റ്ററും ഫാമിലിയും വീട്ടിലേക്ക് വരും. പിന്നീട് വീടെല്ലാം ചുറ്റിക്കണ്ടു നടന്ന അലൈസിന് ബാത്റൂമിൽ നിന്ന് ചക്കയെ കിട്ടും. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് ചക്ക ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ ആ ഡോളും എടുത്തോണ്ട് എല്ലാവരുടെയും മുന്നിലേക്ക് പോകും. ഇതേ സമയം നിക്കയുടെ സിസ്റ്റർ അവളോട് ആ വീട് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടും. പക്ഷെ നിക്ക അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് നിക്ക അവർക്കെല്ലാവർക്കും വേണ്ടി ആഹാരം തയ്യാറാക്കുന്നു. ഒപ്പം ചക്കിയും ആലിസും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചക്കി അവിടേക്ക് വന്ന് ആഹാരത്തിൽ എലിവശം ചേർക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അറിയാതെ നിക്ക അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കും. പക്ഷെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ മാത്രമേ ചക്കി പോയിസൺ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അവർക്ക് കൂടെ വന്ന ഫാദറിന് എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് അദ്ദേഹം കഴിച്ച ഫുഡിലായിരുന്നു റാറ്റ് പോയിസൺ ഉണ്ടായിരുന്നത്. പിന്നീട് ഫാദർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നേരം എല്ലാവരും ചോദിക്കും, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എന്തേലും വയ്യായികയുണ്ടോ എന്നൊക്കെ. ഏയ് അങ്ങനൊന്നുമില്ല, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അവിടേക്ക് പോകുവാണെന്നും ഫാദർ പറയും. പിന്നീട് ഒരു കൊടൂരമായ ആക്സിഡന്റ് സീനാണ് കാണിക്കുന്നത്. അതിൽ കുറെ പേര് മരണപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാറിനുള്ളിൽ കുടുങ്ങി തല മാത്രം വെളിയിലേക്ക് ഇട്ടിരിക്കുന്ന ഫാദറിനെയും കാണിക്കുന്നുണ്ട്. ഫാദറിന്റെ കഴുത്തിൽ കുടുങ്ങിയിരിക്കുന്ന ബോണറ്റ് എടുത്തു മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് ശരീരത്തിൽ നിന്ന് രണ്ടായി പിളർന്നു പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൊന്തമാലയും ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്തിനെയോ കണ്ടിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. വീട്ടിൽ എല്ലാവരും സാറയുടെ മെമ്മറീസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇരുന്ന് കാണുകയായിരുന്നു. അവർക്ക് ആർക്കും അറിയാത്ത ഒരു അൺനോൺ ആയിട്ടുള്ള പേഴ്സണും ആ വീഡിയോയ്ക്കുള്ളിലുണ്ടായിരുന്നു. ഇതേ സമയം ആലിസ് അവിടെ വന്നിട്ട് പറയും, ചക്കിയെ ഇവിടെങ്ങും കാണാനില്ല, ഞാൻ അവനെ എല്ലായിടത്തും നോക്കി. ഇത് കേട്ട ആലിസിന്റെ കെയർ ടേക്കർ അവളുടെ കൂടെ ചക്കിയെ അന്വേഷിച്ചു പോകും. ആ വീട്ടിനുള്ളിൽ ചക്കി വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നിക്ക ആ ഡോള് തന്നയച്ച കൊറിയർ ഓഫീസിലേക്ക് വിളിക്കും. പക്ഷെ സിഗ്നൽ പ്രശ്നം കാരണം കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആലീസിന്റെ കെയർ ടേക്കർ ചക്കിയെ അന്വേഷിച്ച് കിച്ചണിലേക്ക് പോകും. കിച്ചന്റെ ഒരു മൂലയ്ക്ക് കുറെ അധികം കത്തി തൂക്കിയിട്ടിരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ഒന്നും മാത്രം കാണുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നിക്ക തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചക്കി സോഫയിൽ തന്നെ ഉണ്ട്. അവൾ ചക്കിയെ എടുത്തുകൊണ്ട് ലിഫ്റ്റിൽ കയറി ആലീസിന്റെ കയ്യിൽ കൊടുക്കാൻ പോകും. പെട്ടെന്ന് അവിടെയുള്ള എല്ലാ പവർ സപ്ലൈയും ഓഫ് ആകും. ലൈറ്റ്സ് വന്നതും ചക്കി നിക്കയെ പേടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ നിക്ക അത് വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. നിക്ക ചക്കിയെ ആലീസിന്റെ കയ്യിൽ കൊടുക്കും. നിക്കയുടെ കാലിലൂടെ കുറെ അധികം രക്തം വരുന്നുണ്ടായിരുന്നു. ഇത് എപ്പ സംഭവിച്ചു എന്നത് പോലും നിക്കയ്ക്ക് അറിയില്ലായിരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവൾക്ക് ഡിസേബിലിറ്റി ഉണ്ടെന്ന്. ഇതിനുശേഷം നിക്കയ്ക്ക് ചക്കിയെ കൂടുതലായി സംശയം തോന്നി തുടങ്ങി. അവള് വീണ്ടും കൊറിയർ ഓഫീസിലേക്ക് വിളിച്ച് ഡോൾ അയച്ചത് ആരാണെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, അത് ഞങ്ങൾക്കും അറിയില്ല. സിഗ്നൽ പ്രശ്നം കാരണം വീണ്ടും കോള് കട്ടാവുകയും ചെയ്യും. പിന്നീട് നിക്ക ചക്കിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ കൂടുതലായി സെർച്ച് ചെയ്യും. ഒരു ന്യൂസ് ആർട്ടിക്കിളിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ചക്കി ഒരു സാധാരണ ഡോൾ ആയിരുന്നില്ല. ചക്കിയുടെ ഉള്ളിൽ ഒരു സീരിയൽ കില്ലറിന്റെ ആത്മാവാണ് ഉള്ളത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആലീസിന്റെ കെയർ ടേക്കറിന്റെ അടുത്തേക്ക് ചക്കി ഒരു കൊലച്ചിരിയോടെ വരുന്നു. പെട്ടെന്ന് സൈഡിലുണ്ടായിരുന്ന ഒരു ബക്കറ്റ് വെള്ളം ചക്കി തട്ടിയിടുകയും അത് നേരെ ചെന്ന് ഇലക്ട്രിക് ബോർഡിനകത്ത് ഇറങ്ങുകയും അതിലൂടെ ഷോക്കേറ്റ് കെയർ ടേക്കർ മരണപ്പെടുകയും ചെയ്യും.
ചക്കിയുടെ ഉള്ളിലുള്ള സീരിയൽ കില്ലറിനെ പറ്റി അന്വേഷിക്കുകയാണ് നിക്ക. അയാളെ കണ്ടതും നിക്ക ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. കാരണം ഇതേ ആളിനെ തന്നെയാണ് സാറയുടെ വീഡിയോ ക്ലിപ്സിലും നിക്ക കണ്ടത്. ആലീസിന്റെ കെയർടേക്കറിനെ ഷോക്ക് അടിച്ചതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ലൈറ്റ്സും മിന്നി അണയാൻ തുടങ്ങും. അതുകൊണ്ട് നിക്കയുടെ സിസ്റ്റർ റൂമിന്റെ വെളിയിലേക്ക് പോകും. ഇതേ സമയം ഫാദറിന്റെ മരണത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി പോലീസ് ഓഫീസർ നിക്കയുടെ വീട്ടിലേക്ക് പോകും. റൂമിന്റെ വെളിയിലെത്തിയ നിക്കയുടെ സിസ്റ്റർ ചക്കി ഒരു പടിയിലിരിക്കുന്നതാണ് കണ്ടത്. ചക്കി എടുത്തുകൊണ്ട് നിക്കയുടെ സിസ്റ്റർ തന്റെ റൂമിലേക്ക് പോകാൻ നേരം നിക്ക അവിടേക്ക് വരും. നീ ആ ഡോള് കൊണ്ടുപോകാൻ പാടില്ല, അതിലെന്തോ ഉണ്ട് എന്ന് നിക്ക തന്റെ സിസ്റ്ററിനോട് പറയും. ഇത് കേട്ട നിക്കയുടെ സിസ്റ്റർ കരുതും ഡോളിലുള്ള ക്യാമറയുടെ കാര്യമാണ് നിക്ക പറയുന്നത് എന്ന്. നിക്കയുടെ സിസ്റ്ററിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവളുടെ തന്നെ ഹസ്ബൻഡ് വെച്ച ക്യാമറയായിരുന്നു അത്. ചക്കിയുടെ പേരും പറഞ്ഞ് നിക്കയും സിസ്റ്ററും നല്ല പോലെ വഴക്കുണ്ടാക്കും. നിക്കയുടെ സിസ്റ്റർ ഒന്നും പറയാതെ റൂമിലേക്ക് പോകും. പുറകിൽ നിക്കയും സ്റ്റെപ്പിലൂടെ വരുന്നുണ്ടായിരുന്നു. ചക്കിയുടെ മുഖത്തേക്ക് നിക്കയുടെ സിസ്റ്റർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കുറേയധികം മുറിവുകൾ കാണാൻ സാധിക്കും. ചക്കിയുടെ വായുടെ ഭാഗത്തേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ ചക്കി അവളെ കടിക്കാൻ ശ്രമിക്കും. പിന്നീട് ചക്കി സ്വയം തന്റെ മുഖത്തുള്ള ബാക്കി ഫേക്ക് സ്കിൻ എടുത്ത് മാറ്റും. എന്നിട്ട് നിക്കയുടെ സിസ്റ്ററിനോട് പറയും, നിന്റെ അമ്മയുടെ കണ്ണുപോലെയാണ് നിന്റെയും കണ്ണുള്ളത്. ഇത് പറഞ്ഞ ഉടൻ തന്നെ ചക്കി ഒരു കത്തിയെടുത്ത് നിക്കയുടെ സിസ്റ്ററിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കും. പിന്നീട് അവൾ പകുതി ജീവനോടെ റൂമിന്റെ വെളിയിലേക്ക് വരും. സ്റ്റെപ്പിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് തന്റെ സഹോദരിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന നിക്ക കണ്ടത് പടിയിലൂടെ വേഗത്തിൽ വരുന്ന നിക്കയുടെ സിസ്റ്ററിന്റെ കണ്ണാണ്. പുറകിൽ നിക്കയുടെ സിസ്റ്ററും അതിന്റെ പുറകിൽ ചക്കിയും ഉണ്ടായിരുന്നു. നിക്ക വേഗം തന്നെ വീൽചെയറിന്റെ സഹായത്തോടെ ബ്രദർ ഇൻ ലോയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ കെയർടേക്കറിനെയും മരണപ്പെട്ടതായ അവസ്ഥയിൽ കണ്ടെത്തും. പിന്നീട് നിക്ക ചക്കി ഇവരെ രണ്ടുപേരെയും കൊന്ന വിഷയം ബ്രദർ ഇൻ ലോയോട് പറയും. ബ്രദർ ഇൻ ലോ നിക്ക കാർ പോർച്ചിൽ ആക്കിയതിനു ശേഷം ആലീസിനെ കൊണ്ടുവരാൻ പോകും. ഇതേ സമയം ചക്കി അവിടെ വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ പുക കാരണം നിക്കയ്ക്ക് ശ്വാസം മുട്ടുന്നതായിട്ടും തോന്നും. ചക്കിയെ കണ്ട നിക്ക ഒരു കോടാലി എടുത്ത് അതിനെ ആക്രമിക്കാൻ തുടങ്ങും. നിക്കയുടെ ബ്രദർ ഇൻ ലോ തന്റെ മകളെ കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു വരും. തന്റെ ഭാര്യയെയും കെയർടേക്കറിനെയും കൊന്നത് നിക്കയാണോ എന്ന് അയാൾക്ക് സംശയം തോന്നും. കാരണം അയാളുടെ മുന്നിൽ ചക്കി ഡോള് ഒരു നോർമൽ ഡോളിനെ പോലെയാണ് ഇരുന്നത്. തന്റെ ബ്രദർ ഇൻ ലോ ഇതെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ബോധം കെടുകയും ചെയ്യും. പിന്നീട് അവളുടെ ബ്രദർ ഇൻ ലോ അവളെ ഒരു കസാരയിൽ കെട്ടിയിടും. ശേഷം താൻ ചക്കിയിൽ ഫിറ്റ് ചെയ്ത ക്യാമറയിലൂടെ ആരാണ് ഈ കൊലകൃത്യങ്ങളെല്ലാം ചെയ്തത് എന്ന് നോക്കും. ഫുട്ടേജിലൂടെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തത് ചക്കി തന്നെയാണ്. മാത്രമല്ല തന്റെ മകളെ ഏതോ ഒരു റൂമിൽ ലോക്ക് ചെയ്തതും ചക്കിയാണ്. പക്ഷേ ഇപ്പോൾ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ചക്കി മെല്ലെ മെല്ലെ പുറകിലൂടെ വന്ന് നിക്കയുടെ ബ്രദർ ഇൻ ലോയെ കൊടൂരമായി കൊല്ലുകയാണ് ചെയ്തത്. ഇനി അടുത്തത് നിക്കയെ കൊല്ലാൻ വേണ്ടി ചക്കി അവളുടെ അടുത്തേക്ക് പോകും. ശേഷം കോടാലിയും കൊണ്ട് നിക്കയുടെ കാലിൽ ഒരു വെട്ട് കൊടുക്കുകയും ചെയ്യും. ഡിസബിലിറ്റി കാരണം നിക്കയ്ക്ക് വേദന അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാലിൽ തടഞ്ഞു നിൽക്കുന്ന ആ കോടാലി എടുത്ത് അവൾ ചക്കി ആക്രമിക്കും. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി നിക്ക സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ശേഷം തന്റെ കാലിലെ മുറിവ് അവൾ ഒരു തുണി ഉപയോഗിച്ച് കെട്ടും. ഇതേ സമയം ചക്കി തന്റെ ശിരസ്സെടുത്ത് ശരീരത്തിലേക്ക് വെച്ചതിന് ശേഷം നിക്കയെ മുകളിലത്തെ നിലയിന്ന് താഴേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നിക്ക ചക്കിയോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഞാനും എന്റെ കുടുംബവും നിന്നോട് എന്താണ് ചെയ്തത് എന്നൊക്കെ. ഇത് കേട്ട ചക്കി മറുപടിയായിട്ട് പറയും, ഞാൻ നിന്റെ കുടുംബത്തിലെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. പിന്നീട് നേരെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ചക്കി ആദ്യമായി സാറെ കാണുന്നത് ഒരു പാർട്ടിയിൽ വെച്ചായിരുന്നു. അന്നും ചക്കി ഒരു സീരിയൽ കില്ലറാണ്. സാറെ കണ്ട നിമിഷം തന്നെ ചക്കിക്ക് അവളോട് ചെറിയ ഇഷ്ടം തോന്നും. സാറെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെയും ചക്കി കൊല്ലും. അതിനുശേഷം ചക്കി സാറെ തട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് തന്റെ ഇഷ്ടം തുറന്നു പറയും. പക്ഷെ സാറ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചക്കി സാറെ തട്ടിക്കൊണ്ടുപോയ സമയം തന്നെ അവൾ ബുദ്ധി ഉപയോഗിച്ച് പോലീസിനെ വിഷയം അറിയിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചക്കിയെ പിടിക്കാൻ വേണ്ടി പോലീസ് അവിടേക്ക് വരും. സാറ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ ചക്കി ഒരു കത്തിയെടുത്ത് അവളുടെ വയറ്റിലേക്ക് കുത്തും. ആ കാരണം കൊണ്ടാണ് നിക്കയ്ക്ക് വൈകല്യം സംഭവിച്ചത്. പിന്നീട് ചക്കി പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ടോയ് സ്റ്റോറിലേക്കാണ് പോകുന്നത്. പോലീസിന്റെ കയ്യിന്ന് ഷൂട്ടേറ്റ ചക്കി തന്റെ ആത്മാവിനെ ഒരു ഡോളിലേക്ക് ആക്കുകയും ചെയ്യും. എന്റെ മരണത്തിന് കാരണമായ എല്ലാ കുടുംബത്തിനെയും ഞാൻ കൊന്നു. ഇനി അടുത്തത് സാറയുടെ കുടുംബത്തിനെയാണ്.
ചക്കി ഇവിടെ എല്ലാ കുടുംബത്തിനെയും ഞാൻ കൊന്നു എന്ന് പറയുന്നത് ദ കേഴ്സ് ഓഫ് ചക്കി എന്ന മൂവിക്ക് മുൻപുള്ള പാർട്സിലെ ഫാമിലിയാണ്. ഇത് കേട്ട നിക്ക വളരെയധികം പുച്ഛത്തോടെ പറയും, നീ നിന്റെ യഥാർത്ഥ ശത്രുവിനെ ഇതുവരെ കൊന്നിട്ടില്ല. ചക്കി ദേഷ്യത്തോടെ നിക്കെ കൊല്ലാൻ വേണ്ടി വരും. ശേഷം അവളുടെ കൈകളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഈ പ്രാവശ്യം നിക്ക എങ്ങനെയൊക്കെ ചക്കിയുടെ കയ്യിലുള്ള കത്തി തട്ടിപ്പറിച്ച് അതിനെ ആക്രമിക്കും. ഇതേ സമയം പോലീസ് ഓഫീസർ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അയാള് ആദ്യം തന്നെ കണ്ടത് അവിടെയുള്ള ഡെഡ് ബോഡീസും പിന്നെ നിക്കയുമാണ്. ശരീരം മുഴുവൻ രക്തവും കത്തിയിൽ നിക്കയുടെ ഫിംഗർ പ്രിന്റും ഉണ്ടായതുകൊണ്ട് അവരവളെ അറസ്റ്റ് ചെയ്യും. ഒരു മൂലയ്ക്ക് പാവത്തെ പോലിരിക്കുന്ന ചക്കിയും കാണിക്കുന്നുണ്ട്. കോർട്ട് നിക്കെ മാനസിക അഭയത്തിൽ തടവിലാക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വഴിയില് നിക്ക ചക്കിയോട് പറയും, നീ തോറ്റുപോയിരിക്കുകയാണ്, നിനക്കെന്നെ ഒരിക്കലും കൊല്ലാൻ സാധിക്കുകയില്ല. അടുത്ത സീനിൽ ചക്കിയെ വിൽക്കാൻ കൊണ്ടുപോകുന്ന പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് പുറകിലെ സീറ്റിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്ന് അയാളുടെ കഴുത്തറുത്ത് കൊല്ലും. അവസാന ഭാഗത്ത് ആലീസിന്റെ ശരീരത്തേക്ക് ചക്കി പ്രവേശിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ ഹൊറർ സ്ലാഷർ ഫിലിമാണ് കൾട്ട് ഓഫ് ചക്കി. തുടക്കത്തിൽ തന്നെ 2 പേര് ഡേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആന്റിയുടെ കയ്യില് കുറേയധികം ഗണ്ണുണ്ടായിരുന്നു. ഇതറിഞ്ഞ പെൺകുട്ടിക്ക് അയാളോടുള്ള താല്പര്യം കുറയും, ഒപ്പം ഒഴിവാക്കാനും ശ്രമിക്കും. ആന്റിയുടെ ജീവനെ എപ്പോ വേണേലും എന്തും സംഭവിക്കാം, അതുകൊണ്ടാണ് അയാളുടെ കയ്യില് അത്ര ഗണ്ണുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തൊട്ടപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ആന്റി തന്റെ വീട്ടിലേക്ക് വരികയാണ്. അയാൾ ഒരു ലോക്കർ തുറക്കുമ്പോൾ അതിനുള്ളിൽ ചക്കിയുടെ തല ഇരിക്കുന്നതും കാണിക്കുന്നുണ്ട്. വളരെയധികം കൊടൂരമായ കാഴ്ചയായിരുന്നു അത്. കാരണം ചക്കിയുടെ തലയ്ക്ക് ഇപ്പോഴും ജീവനുണ്ടായിരുന്നു. പിന്നീട് ആന്റി ചക്കിയുടെ തലയെടുത്തുകൊണ്ട് ഒരു ടേബിളിന്റെ മുകളിലേക്ക് വെക്കും. അതിനുശേഷം അവര് 2 പേരും സംസാരിക്കുകയും സിഗരറ്റ് വലിക്കുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ചക്കി പെട്ടെന്ന് ആന്റിയെ പേടിപ്പിക്കാൻ ശ്രമിക്കും. ഈ ദേഷ്യത്തിൽ അയാള് ഒരു വെൽഡിംഗ് ടോർച്ച് എടുത്തുകൊണ്ടുവന്ന് ചക്കിയെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. അടുത്ത സീനിൽ നിക്കയാണ് കാണിക്കുന്നത്. കേഴ്സ് ഓഫ് ചക്കി കണ്ടവർക്ക് നിക്ക ആരാണെന്ന് മനസ്സിലാകും. ചക്കി കാരണം തന്റെ കുടുംബം മുഴുവനും നഷ്ടപ്പെടുകയും ഭ്രാന്തി എന്ന വിളിപ്പേരും കിട്ടിയ പെൺകുട്ടിയാണ് നിക്ക. നിക്കെ 4 വർഷം കൊണ്ട് ഡോക്ടേഴ്സ് മെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. ഡോക്ടേഴ്സ് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അവളുടെ കുടുംബത്തിനെ മുഴുവനും കൊന്നത് ചക്കി ഡോളല്ല, പകരം നിക്ക തന്നെയാണെന്ന്. അവസാനം നിക്കയും ഡോക്ടർ പറഞ്ഞതാണ് ശരിയെന്ന് അംഗീകരിച്ചു കൊടുക്കും. പിന്നീട് ഡോക്ടേഴ്സ് ചേർന്ന് മാനസിക അഭയത്തിൽ നിക്കെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിക്ക മാത്രമായിരുന്നില്ല, വേറെയും കുറേയധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഡോക്ടേഴ്സ് എല്ലാരും കൂടി ചേർന്ന് നിക്കെ ഒരു ചക്കി ഡോള് കാണിക്കും. പക്ഷേ ചക്കി ഡോളിനെ കണ്ട നിക്ക ഒന്നും തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തന്റെ കുട്ടികളെ എല്ലാം കൊന്ന് സമനില തെറ്റിയ വേറൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. അവര് ഡോക്ടറിന്റെ അടുത്ത് വന്ന് ഇതെന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് ചക്കി ഡോളിനെ അഡോപ്റ്റ് ചെയ്യും. ആ സ്ത്രീ ചക്കിക്ക് ആഹാരം കൊടുക്കുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത സീനിൽ നിക്കെ കാണാൻ വരുന്ന ടിഫ്നിയാണ് കാണിക്കുന്നത്. കേഴ്സ് ഓഫ് ചക്കിയുടെ അവസാനം ചക്കിയെ വിൽക്കാൻ കൊണ്ടുപോകുന്ന പോലീസ് ഓഫീസറിനെ കൊന്നതും ടിഫ്നിയായിരുന്നു. ടിഫ്നി തന്നെയാണ് പല സ്ഥലത്തായിട്ട് ചക്കി ഡോളിനെ അയച്ചു കൊടുത്ത് അവിടെയുള്ള എല്ലാവരെയും കൊല്ലുന്നതും. നിന്റെ സിസ്റ്ററിന്റെ മകളുടെ കെയർ ടേക്കർ ആണ് ഞാൻ, പക്ഷേ ആലിസ് ഇപ്പോ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഇത് കേട്ട നിക്കയ്ക്ക് ഒരുപാട് ദുഃഖം തോന്നും. കാരണം തന്റെ കുടുംബത്തിൽ ആകെ ജീവിച്ചിരിക്കുന്നത് ആലിസും താനും മാത്രമായിരുന്നു. ഇപ്പോൾ ആലിസ് മരണപ്പെട്ടെന്നറിഞ്ഞപ്പോൾ നിക്ക പൊട്ടിക്കരയാൻ തുടങ്ങും. പാവം കുട്ടി സൂസൈഡ് മറ്റും ചെയ്തതാണ് എന്നും ടിഫ്നി പറയും. മരിക്കുന്നതിന് മുൻപ് ആലിസ് നിനക്ക് വേണ്ടി ഒരു ചക്കി ഡോളും തന്നിരുന്നു. ടിഫ്നി അത് നിക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും. ടിഫ്നി പോയതും നിക്ക ആ ഡോള് ഡോക്ടറിന്റെ കയ്യിൽ കൊടുക്കും. അടുത്ത സീനിൽ പേഷ്യന്റ് കയ്യിലെയും ഡോക്ടറിന്റെ കയ്യിലെയും ഇരിക്കുന്ന 2 ചക്കി ഡോൾസിനെയാണ് കാണിക്കുന്നത്. ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന ചക്കി ഡോളിനെ ഒരു റൂമിലാക്കിയിട്ട് പോകും. അന്ന് രാത്രിയായപ്പോൾ ചക്കി മെല്ലെ എഴുന്നേറ്റ് ഒരു കത്തിയും എടുത്തുകൊണ്ട് നിക്കെ കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയം ചക്കി അവിടെയുള്ള വേറൊരു പേഷ്യന്റിനെ കാണും. എന്നിട്ട് നിക്കയുടെ റൂമിലേക്ക് പോകുന്ന വഴിയും ചോദിക്കും. വഴി അറിഞ്ഞു കഴിഞ്ഞതും ചക്കി പറയും, അടുത്തത് നിന്നെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന്. റൂമിൽ ചെന്ന ചക്കി ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. കാരണം താൻ കൊല്ലുന്നതിന് മുൻപ് തന്നെ നിക്ക കൈയുടെ നരമ്പ് മുറിച്ച് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്റെ കൈയിലെ മുറിവിൽ ആരോ സ്റ്റിച്ച് ചെയ്ത മാർക്ക് കാണും. പിന്നീട് നിക്ക നിലത്തുണ്ടായിരുന്ന രക്തത്തിൽ നോക്കുമ്പോൾ അതിൽ ആരോ അത്ര വേഗത്തിൽ പാടില്ലെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. നിക്ക മരിക്കാൻ ഉപയോഗിച്ച അതേ വയർ ഉപയോഗിച്ച് ചക്കി ആ വൃദ്ധയായ സ്ത്രീയെയും കൊല്ലും.
ആലീസിന്റെ മരണ കാരണം നിക്കയാണെന്ന് കരുതിയാണ് അവൾ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. മാനസിക നില തെറ്റിയ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ചക്കി കൊന്ന അവരുടെ മരണം എല്ലാവരും സൂസൈഡായിട്ടാണ് കണ്ടത്. പക്ഷെ നിക്കയ്ക്ക് അതൊരു സൂസൈഡായിട്ട് തോന്നിയിരുന്നില്ല. ആന്റി തന്റെ ലാപ്ടോപ്പിലുള്ള പഴയ വീഡിയോ റെക്കോർഡിംഗ്സ് കാണുകയാണ്. അതിൽ ആന്റി നിക്കയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ചക്കിയുടെ തലയും കൊണ്ട് പോകുന്നു. പക്ഷേ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തിനെ വെളിയിൽ പിടിച്ചിറക്കും. ആന്റി ഡോക്ടറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിക്ക ഒരു തെറ്റും ചെയ്തിട്ടില്ല, പകരം ചക്കിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. പക്ഷെ ഡോക്ടർ അതൊന്നും വിശ്വസിക്കുകയില്ല. ഇത് കണ്ടിട്ട് ചക്കിയും പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്താലും അവരാരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. പിന്നീട് ഒരു മീറ്റിംഗ് സീനാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് നിക്ക ഡോക്ടറിനോട് പറയും, ടിഫ്നി കൊണ്ടു തന്നത് യഥാർത്ഥ ചക്കിയാണ്, ആ ഡോള് തന്നെയായിരിക്കും പേഷ്യന്റിനെ കൊന്നതും. പിന്നീട് ഡോക്ടർ നിക്ക പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ചക്കിയുടെ കയ്യിൽ തീ കത്തിച്ചു നോക്കും. പക്ഷേ ചക്കി ഡോള് അതിന് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട നിക്ക പറയും, ചിലപ്പോൾ ടിഫ്നി തന്ന ഡോളും ആ കുട്ടിയുടെ കയ്യിലുള്ള ഡോളും തമ്മിൽ മാറിപ്പോയിട്ടുണ്ടാകും. പിന്നീട് ഡോക്ടറും നിക്കയും കൂടി ചേർന്ന് ആ ഡോള് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ അത് കൊടുക്കുകയില്ല. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ക്ലാര് ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന ചക്കിയെ എടുത്ത് കളയാൻ തുടങ്ങും. ഈ സമയം ചക്കി അവളുടെ കയ്യിൽ നല്ല പോലെ ഒരു കടി കൊടുക്കും. ഇത് കണ്ട ക്ലാര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയും, ആ സ്ത്രീ പറഞ്ഞതെല്ലാം സത്യ, ഈ പാവയിലാണ് പ്രേതമുള്ളത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജനലിലൂടെ പേഷ്യന്റിന്റെ കയ്യിലുള്ള ചക്കിയെ നോക്കി നിൽക്കുന്ന നിക്കയാണ്. നിക്കയെ കണ്ട ചക്കി താൻ ശരിക്കുള്ള ചക്കിയാണെന്ന് അവളെ കാണിക്കുകയും ചെയ്യും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, അതായത് മൂവിയിൽ എത്രയൊക്കെ ചക്കി കാണിച്ചു അതെല്ലാം ശരിക്കുള്ള ചക്കി തന്നെയാണ്. പിന്നീട് അതേ സ്ത്രീ തന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു കൊണ്ടു നടന്ന ചക്കിയെ ഒരു കുഴിയിലേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. ഒപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മാൽക്കം എന്ന് പറയുന്ന ആളെയും ആ സ്ത്രീ കുഴിയിലേക്ക് തള്ളിയിടും. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളെ രക്ഷിക്കുകയും ചെയ്യും. പുറത്തു വന്ന മാൽക്കം നിക്കയെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാരിനെ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതിനു ശേഷം കെട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചക്കി അവിടേക്ക് വരികയും ചെയ്യും. പിന്നീട് നടന്നത് വളരെയധികം കൊടൂരമായ കാഴ്ചയായിരുന്നു. അടുത്ത ദിവസം ആന്റി നിക്കയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ മണ്ട, ഞാനൊരു മന്ത്രം ചൊല്ലിയ ഒരു ചക്കിയല്ല 100,000 ചക്കി വേണേലും എനിക്ക് നിർമ്മിക്കാൻ കഴിയും. പിന്നീട് ആന്റി കബോർഡിൽ നിന്ന് താൻ നിർമ്മിച്ച ഒരു ചക്കി എടുത്തുകൊണ്ടുവരും. മറ്റു ചക്കിയുടെ ഇടയിൽ തന്റെ ചക്കിയെ തിരിച്ചറിയാൻ വേണ്ടി ആന്റി അതിന്റെ മുടി മുറിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് നിക്ക ഡോക്ടറിനോട് പറയും, എനിക്ക് തോന്നുന്നത് ഈ 2 ചക്കിക്കും ജീവനുണ്ടെന്നാണ്. അത് മാത്രമല്ല ചക്കിയാണ് എല്ലാ കൊലകൃത്യങ്ങളും ചെയ്തതും. പക്ഷേ നിക്കയുടെ ഒരു വാക്ക് പോലും ഡോക്ടർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ ഈ കാരണം കൊണ്ട് നിക്കയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങും. ഹോസ്പിറ്റലിൽ നടന്ന 2 മരണത്തിന് കാരണം നിക്കയാണെന്നും അയാൾ വരുത്തി തീർക്കാൻ ശ്രമിക്കും. അതിനുശേഷം ഡോക്ടർ അവളോട് മോശമായ രീതിയിൽ പെരുമാറാനും തുടങ്ങും. ഇന്നേരം ചക്കി അവിടേക്ക് വന്ന് ഡോക്ടറിന്റെ തലയിൽ ഒരു ഗ്ലാസ് ബോട്ടിലും കൊണ്ട് അടിക്കും. നിന്റെ മുന്നിൽ ഇനി ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഡോക്ടറിനെ കൊന്നതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യൂ. ചക്കി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിക്ക താൻ അറിയാതെ വേറൊരു ലോകത്തേക്ക് പോകുന്ന പോലെ തോന്നും. അതായത് ചക്കി കൊന്ന ആ പേഷ്യന്റ് സ്ത്രീ അവരുടെ ലോകത്തേക്ക് നിക്കയെ വിളിക്കുന്നത് പോലെയും ഒരു വലിയ ചക്കി നിക്കയെ ആക്രമിക്കാൻ വരുന്നത് പോലെയും തോന്നും. പിന്നീട് നിക്ക എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം വെറും സ്വപ്നം പോലെ അവൾക്ക് തോന്നും. ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്തതുവരെ മാത്രമേ നിക്കയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അടുത്ത സീനിൽ കാണിക്കുന്നത് ടിഫ്നി ആന്റിയെ കോൾ ചെയ്യുന്നതായിട്ടാണ്. നീ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയില്ല. അതിലും നല്ലത് നീ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേരുന്നതാണ്. ചക്കിയെ തന്റെ കുട്ടിയായി കണ്ട് ആ സ്ത്രീ ചക്കിയെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്, അതായത് തന്റെ കുട്ടിയെ കൊന്നതുപോലെ. പിന്നീട് ആ ചക്കി ഡോളിനെ അവരെല്ലാവരും കൂടി ചേർന്ന് കുഴിച്ചിടുകയും ചെയ്യും. അന്ന് രാത്രിയായപ്പോൾ ആന്റി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ സെക്യൂരിറ്റി അയാളെ ഉള്ളിലേക്ക് കടത്തിവിടുകയില്ല. തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാത്തതുകൊണ്ട് ആന്റി സെക്യൂരിറ്റി ഇടിക്കുകയും പിന്നീട് സെക്യൂരിറ്റി ആന്റിയെ ഒരു റൂമിലിട്ട് ലോക്കും ചെയ്യും. ഇതേ സമയം ആന്റി ഹോസ്പിറ്റലിലേക്ക് അയച്ച ചക്കി ഡോക്ടറിന്റെ കയ്യിൽ എത്തുകയും ചെയ്യും. മണ്ണിൽ തന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കുഴിച്ചിട്ട ചക്കി ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി വരും. പിന്നീട് ചക്കി ആ പെണ്ണിനെ കൊല്ലുകയും അതും ഒരു സൂസൈഡ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും ചെയ്യും. ഡോക്ടർ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ നീക്കയെ കെട്ടിയിട്ടതായി കണ്ടെത്തും. നീക്ക പറയുന്നുണ്ടായിരുന്നു, എന്നെ ചക്കിയാണ് കെട്ടിയിട്ടത് എന്ന്. പിന്നീട് നേരത്തെ പോലെ തന്നെ ഡോക്ടർ അവളോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അന്നേരം ചക്കി അവിടേക്ക് വന്ന് ഡോക്ടറിന്റെ തലയിൽ ഒരു ഗ്ലാസ് ബോട്ടിലും കൊണ്ട് അടികൊടുക്കും.
ചക്കി വീണ്ടും പറയും, നീ ഡോക്ടറിനെ കൊന്നതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യ്. പക്ഷെ നിക്ക അതിന് എതിർപ്പ് കാണിക്കുകയാണ് ചെയ്തത്. ഇന്നരം ഒറ്റ കൈയുള്ള ചക്കി അവിടേക്ക് വരും. പിന്നീട് ആദ്യമുണ്ടായിരുന്ന ചക്കി ഏന്റി കൊണ്ടുവന്ന ചക്കിക്ക് ജീവൻ കൊടുക്കുകയും ചെയ്യും. പിന്നീട് ചക്കി പറയും, തനിക്ക് ഒരു പ്രത്യേക തരം മന്ത്രം അറിയാം, അതുപയോഗിച്ചാണ് ഞാൻ എല്ലാ ചക്കിക്കും ജീവൻ കൊടുക്കുന്നത്. ഡോൾസിനെ മാത്രമല്ല, എനിക്ക് മനുഷ്യനെയും പൊസസ് ചെയ്യാനാകും. നിക്കയുടെ സിസ്റ്ററിന്റെ മകളായ ആലീസിനെ ഞാനാണ് പൊസസ് ചെയ്തത്. എന്നിട്ട് ആ കുട്ടിയെ ഉപയോഗിച്ച് ഞാൻ കുറെ പേരെ കൊന്നിരുന്നു. പക്ഷെ തിരിച്ചുള്ള അക്രമം കാരണമാണ് ആലിസ് മരണപ്പെട്ടത്. ഇപ്പോൾ ഏന്റിയുടെ കയ്യിലുള്ള ചക്കിയാണ് യഥാർത്ഥമായിട്ടുള്ള ചക്കി. കാരണം നമുക്കറിയാം, കേഴ്സ് ഓഫ് ചക്കിയിലെ ചക്കിയുടെ മുഖത്ത് കുറെ അധികം സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഏന്റിയുടെ കയ്യിലുള്ള ചക്കിയുടെ മുഖത്തുമുള്ളത്. ഇന്നരം അവിടേക്ക് ഒരു ഡോക്ടർ വരികയും അയാളെ ഈ 3 ചക്കിയും കൂടി ചേർന്ന് കൊല്ലുകയും ചെയ്യും. ഇവര് 3 പേരിൽ ആര് വേണം ഏന്റിയെ കൊല്ലേണ്ടതെന്ന് തീരുമാനിക്കും. അങ്ങനെ ഏന്റിയെ കൊല്ലാനുള്ള അവസരം മുടി കുറഞ്ഞ ചക്കിക്കാണ് കിട്ടുന്നത്. കാരണം അവന്റെ മുടി അത്രയും ചെറുതാക്കിയതിൽ അവന് ഒരുപാട് ദേഷ്യമുണ്ട്. പിന്നീട് നിക്ക ചക്കിയോട് തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുമ്പോൾ ചക്കി പറയും, ഒരിക്കലുമില്ല, നിനക്ക് വേണ്ടി വലിയൊരു പനിഷ്മെന്റ് ആണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചക്കി അവളെയും പൊസസ് ചെയ്യും. നമുക്കറിയാം, ഡിസേബിലിറ്റി കാരണം നിക്കയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ ചക്കി പൊസസ് ചെയ്തതുകൊണ്ട് നിക്കയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും. പൊസസ്സായ നിക്ക ഡോക്ടറിനെ വളരെയധികം ക്രൂരമായി കൊല്ലുകയും ചെയ്യും. ഇതേ സമയം സെക്യൂരിറ്റിക്ക് ഹോസ്പിറ്റലിന്റെ വെളിയിൽ ഒരു കാറിനുള്ളിൽ ടെഫ്നി ഡോളും കിട്ടും. ഇത് നോക്കി നിന്ന സമയം ടെഫ്നി പുറകിലൂടെ വന്ന് സെക്യൂരിറ്റിയും കൊല്ലും. നിക്ക ഒരു പേഷ്യന്റ് അടുത്തേക്ക് പോകും. അതേസമയം ചക്കി പുറകിലൂടെ വന്ന് ഒരു ഡ്രില്ലും കൊണ്ട് അയാളെ കൊല്ലും. പിന്നീട് മുടിയില്ലാത്ത ചക്കി ഏന്റിയുടെ കാലിൽ മുറിവേൽപ്പിച്ചതിന് ശേഷം കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ചക്കി സാധാരണ ഡോളായിരുന്ന സമയം ഏന്റി അതിന്റെ വയറ്റിൽ വെച്ച ഒരു ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുകയും പിന്നെ കാലും കൊണ്ട് അതിനെ കൊല്ലുകയും ചെയ്യും. അവിടേക്ക് വന്ന നിക്കയും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിക്കയ്ക്കുള്ളിലുള്ള ചക്കി പറയും, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ അവിടെ മരിക്കുന്നത് നിക്കയായിരിക്കും. പിന്നീട് നിക്ക ഏന്റിയെ വീണ്ടും ആ റൂമിൽ ലോക്ക് ചെയ്തിട്ട് പോകും. ഇതെല്ലാം ചെയ്തതിനു ശേഷം നിക്ക ടിഫ്നിയുടെ അടുത്തേക്ക് പോകും. ടിഫ്നി നിക്കയെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അവര് 2 പേരും കാറിൽ കയറിയതിനു ശേഷം ടിഫ്നി നിക്കയോട് പറയും, ആലീസിന്റെ മരണത്തിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ടെന്ന്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആലീസ് ഉണ്ടായിരുന്നപ്പോ കുറച്ചുകൂടി രസമുണ്ടായിരുന്നെന്നും ടിഫ്നി പറയും. ഇത് കേട്ട നിക്കയുടെ ഉള്ളിലുള്ള ചക്കി പറയും, നിനക്കെന്താടി ഇപ്പോ ഒരു സെന്റിമെന്റ്? ഇത് കേട്ട ടിഫ്നി ഡോളും നിക്കയുടെ ഉള്ളിലെ ചക്കിയും ഒരു കൊലച്ചിരിയോടെ അടുത്ത സീൻ കാണിക്കും. അവസാന ഭാഗത്ത് കാണിക്കുന്നത് ആന്റിയുടെ സിസ്റ്റർ ചക്കി ഡോളിന്റെ തലയുടെ അടുത്ത് വന്ന് പറയും, എന്നെ ഇവിടെ എന്റെ ജ്യേഷ്ഠനാണ് വിളിച്ചു വരുത്തിയത് എന്ന്.